Hello everyone. So we will be going into the next result, that is result 8. But before going into result 8, I would like to discuss a concept in mathematics called the method of mathematical induction. നിങ്ങൾ ആക്ച്വലി സ്കൂൾസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പൊതുവെ ജനറൽ കേസസിലെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു റിസൾട്ട് ഒരു ജനറൽ എൻ കേസസിലേക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഓഫ് പ്രൂഫാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജനറൽ കേസ് എന്നിന് വേണ്ടിയാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ what we do first is we prove it for n equal to 2. അതായത് 2 ഇവൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസിൻ്റെ കേസിൽ നമ്മൾ ആദ്യം അതിനെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കും. എന്നിട്ട് we assume that the result is true for n equal to m. ഏതെങ്കിലും ഒരു ജനറൽ എമ്മിൻ്റെ കേസിൽ ആ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് m+1ൻ്റെ കേസിൽ അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അതായത് n ഈക്വൽ ടു 2ൻ്റെ കേസിൽ ആദ്യം പ്രൂവ് ചെയ്യും, n ഈക്വൽ ടു എമ്മിൻ്റെ കേസിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും, അതിനുശേഷം n ഈക്വൽ ടു m+1ൻ്റെ കേസിൽ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ n ഈക്വൽ ടു m+1ൻ്റെ കേസിൽ എമ്മിൻ്റെ കേസിൽ ട്രൂ ആണെങ്കിൽ അത് m+1നും ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അത് ജനറലായി. കാരണം n ഈക്വൽ ടു 2ൻ്റെ കേസിൽ ട്രൂ ആണെങ്കിൽ n ഈക്വൽ ടു 2+1ൻ്റെ കേസിലും ട്രൂ ആയിരിക്കും, n ഈക്വൽ ടു 3യുടെ കേസിൽ ട്രൂ ആണെങ്കിൽ n ഈക്വൽ ടു 4നും ട്രൂ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വി ക്യാൻ ജനറലൈസ് ഇറ്റ്. ഈ ഒരു മെത്തേഡ് ഓഫ് പ്രൂഫിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഐ ജസ്റ്റ് സേ ഇറ്റ് വൺസ് മോർ. അവിടെ പ്രൂവ് ചെയ്യേണ്ടത് n എന്ന് പറഞ്ഞൊരു ജനറൽ കേസിനാണെങ്കിൽ വാട്ട് വി ആക്ച്വലി ഡു ഇസ് we first prove it for n equal to 2, then assume it is true for n equal to m, and then prove that it is true for n equal to m+1. അത്രയും ചെയ്യുന്നതോടുകൂടി we can say that it is true for any m. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ ഇനി 1-2 റിസൾട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലെങ്തി റിസൾട്ട്സ് ആയതുകൊണ്ട് ഞാൻ ഒന്നൊന്നായിട്ട് ഇനി റിസൾട്ട് പറയുന്നുള്ളൂ, ഒന്ന് രണ്ട് റിസൾട്ട്സിൻ്റെ കേസിൽ. So now we are going into result 8. പ്രൂവ് ചെയ്യേണ്ട ഇതാണ്, ഇഫ് a1 a2 etc an are any n events, we have to prove that probability of a1 intersection a2 intersection etc intersection an is greater than or equal to summation p of ai minus n minus 1. അതായത് p of അതിൻ്റെ സമ്മേഷൻ മാറ്റി എഴുതുകയാണെങ്കിൽ വാട്ട് വി ഹാവ് ടു പ്രൂവ് ഇസ് p of a1 intersection a2 intersection etc intersection an is greater than or equal to p of a1 plus p of a2 plus etc plus p of an minus n minus 1. സോ ഇതിൻ്റെ പ്രൂഫ് ഇതാണ് നമ്മളുടെ റിസൾട്ട്. അതിനെ സമ്മേഷൻ ഇട്ട് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഇല്ലാതെ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതിയാലും ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്, നമ്മൾ ഈ റിസൾട്ട് ആദ്യം n ഈക്വൽ ടു 2ൻ്റെ കേസിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം n ഈക്വൽ ടു എമ്മിൻ്റെ കേസിൽ അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് n ഈക്വൽ ടു m+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ കേസ് വെൻ n ഈക്വൽ ടു 2. അതിന് നമ്മൾ എടുക്കുന്നത് ഇൻ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റിയാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിലും ദ പ്രൂഫ് സ്റ്റാർട്ട്സ് വിത്ത് p ഓഫ് a1 യൂണിയൻ a2. So to prove the case when n equal to 2, we are considering p of a1 union a2. നമ്മുടെ പ്രോബിലിറ്റിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എനി ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും p of a1 യൂണിയൻ a2ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. p of a1 യൂണിയൻ a2ലെ അഡിഷൻ തിയറം യൂസ് ചെയ്യാം. സോ അപ്ലൈയിങ് അഡിഷൻ തിയറം ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് p of a1 plus p of a2 minus p of a1 intersection a2 is less than or equal to 1. ഇനി ജസ്റ്റ് ടേംസ് റീഅറേഞ്ച് ചെയ്താൽ മതി. ഈ ടേമിനെ ഇപ്പുറത്തോട്ടും കൊണ്ടുപോകണം, 1നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പം സംതിങ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈഡിൽ വരും, 1 എന്ന് പറയുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ -1 എന്ന രീതിയിലും വരും. സോ വാട്ട് വി ഹാവ് ഇസ്, ഇതവിടെ പോയി കഴിഞ്ഞാൽ p ഓഫ് a1 ഇൻ്റർസെക്ഷൻ a2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p ഓഫ് a1 പ്ലസ് p ഓഫ് a2 -1. That is what happens when you rearrange the terms. p of a1 intersection a2 is greater than or equal to p of a1 plus p of a2 minus 1. അതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒറിജിനൽ റിസൾട്ട് ഇക്വേഷൻ 1. n ഈക്വൽ ടു 2യുടെ കേസിൽ നമ്മളുടെ റിസൾട്ട്
സാറ്റിസ്ഫൈഡ് ആയി. കാരണം ഈ 1നെ എനിക്ക് 2 - 1 എന്ന് എഴുതാമല്ലോ. ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ n = 2യുടെ കേസിലെ റിസൾട്ട് തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. സോ വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ് ഫോർ n = 2. ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ഫോർ n = 2. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ n = m. നമ്മളുടെ ഈ റിസൾട്ട് n = m കേസിൽ എന്ത് വരും? P of A1, A2, etc. am greater than or equal to P of A1 plus P of A2 plus etc. P of am minus m minus 1. അത് അങ്ങനെയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. Okay, now we are going to prove that it is true for n = m plus 1. അതിനായിട്ട് നമ്മൾ കൺസിഡർ ദ കേസ് വെൻ n = m plus 1. n = m plus 1 വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? നമ്മുടെ റിസൾട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് P of A1, A2, etc. am plus 1 അല്ലേ? ഇതിൻ്റെ കൂടെ ഒരു am plus 1 കൂടെ കയറി വരും. അതിൽ A1, A2, etc. amനെ ഞാൻ ഒരു പുതിയ ഇവൻറ്റ് D എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ എഴുതാം? This becomes P of D intersection am plus 1, which is P of D intersection am plus 1, which is equal to P of D A am plus 1. അതിനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഞാൻ LHS അല്ലെങ്കിൽ ഇതിനെയാണ് ഞാൻ LHS എപ്പോഴും എഴുതി പോകുന്നത്. എപ്പോഴും അതെടുത്ത് എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതാണ്. സോ ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് ഇവൻസിൻ്റെ കേസിലേക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്തു. രണ്ട് ഇവൻസിൻ്റെ കേസിൽ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഇക്വേഷൻ 2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 ഇവൻസിൻ്റെ കേസിൽ എനിക്ക് ഇത് എഴുതാമല്ലോ അല്ലേ? A1, A2ൻ്റെ സ്ഥാനത്ത് Dയും am plus 1 ആണെന്നേ ഉള്ളൂ. സോ ഫ്രം ഇക്വേഷൻ 2 ഐ ക്യാൻ റൈറ്റ് ദിസ് as greater than or equal to P of D plus P of am plus 1 minus 1. ഈ റിസൾട്ട് അതേപടി ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു ഫ്രം ഇക്വേഷൻ 2. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിക്ക് പകരം അതിൻ്റെ ഒറിജിനൽ ഡെഫിനിഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡി എന്ന് പറയുന്നത് A1, A2, etc. am ആയിരുന്നു. അപ്പോൾ ആ ഡിക്ക് പകരം ഞാനിവിടെ A1, A2, etc. am ഇട്ടു. സോ വാട്ട് വി നൗ ഹാവ് ഇസ് LHS is greater than or equal to P A1, A2, etc. am plus P am plus 1 minus 1. സോറി, ഒന്നുകൂടെ പറയാം, നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നു. സോ ഹിയർ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്, ഇവിടുത്തെ ഡിക്ക് പകരം ഈ ഡിക്ക് പകരം ഞാൻ അതിൻ്റെ ഒറിജിനൽ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? A1, A2, etc. am ആയിരുന്നു. ആ ഒറിജിനൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ വാട്ട് വി ഹാവ് ഇസ് LHS ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P A1, A2, etc. am പ്ലസ് P, അതായത് ഈ P of D എന്ന് പറയുന്നത് ഇതായി മാറി. P of am plus 1 അങ്ങനെ തന്നെ ഉണ്ട്, നമ്മുടെ മൈനസ് 1ഉം അങ്ങനെ തന്നെ ഉണ്ട്. സോ P A1, A2, etc. am പ്ലസ് P am plus 1 മൈനസ് 1 എന്നായി. ഇനിയും A1, A2, etc. am എന്ന് പറയുന്ന M ഇവൻറ്റിൻ്റെ കേസാണ്. M ഇവൻറ്റിൻ്റെ കേസിൽ ഓൾറെഡി നമ്മളത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് അതിന് ഇക്വേഷൻ നമ്പർ 3 എന്നൊക്കെ നമ്പർ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ M ഇവൻറ്റിൻ്റെ കേസിൽ നമുക്ക് A1, A2, etc. amന് പകരം ഈ റൈറ്റ് ഹാൻഡ് സൈഡ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ P A1, A2, etc. amന് പകരം ഞാൻ ആ ഫുൾ ഇക്വേഷൻ 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതാണ് ദാണ്ട് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, P A1, A2, etc. amന് പകരം ഇക്വേഷൻ 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ സംഗതി അവിടെ അപ്ലൈ ചെയ്തു. P am plus 1 അങ്ങനെ തന്നെ എഴുതി, മൈനസ് 1ഉം അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, സോ ഇനി ഇതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. P LHS അങ്ങനെ തന്നെ നിൽക്കുകയാണ്. LHS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംഗതിയാണ്, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. സോ നൗ വി ഹാവ് P of A1 plus P of A2 plus P of AM plus P of AM plus 1. കണ്ടോ, എല്ലാ പ്രോബബിലിറ്റി ടേംസും m plus 1 വരെ ഉള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ എനിക്കിനി എങ്ങനെ എഴുതാം? I equal to 1 to m plus 1 P of A എന്ന് എഴുതിക്കൂടെ? കാരണം P of A1, A2, etc. AMഉം പിന്നെ ഒരു എക്സ്ട്രാ P AM plus 1 കൂടെ ഒന്നിച്ച് ക്ലബ് ചെയ്ത് ഇങ്ങനെ എഴുതി. മൈനസ് m മൈനസ് 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. മൈനസ് m മൈനസ് 1 മൈനസ് 1 കൂടെ ഒന്ന് ഇത് ചെയ്ത് നോക്കിയേ. m മൈനസ് 1 മൈനസ് m പ്ലസ് 1 മൈനസ് 1. ഫൈനലി വരുന്ന ആൻസർ എന്താണ്? വി ഹാവ്, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഹാവ് ഇറ്റ് ഇസ് മൈനസ് m. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്? LHS എന്ന് പറയുന്നത് m plus 1 ഇവൻസിൻ്റെ കേസായിരുന്നു. അത് എക്സാക്ട്ലി നമ്മളുടെ റിസൾട്ട് പോലെ തന്നെ വന്നു. കാരണം മൈനസ് m മൈനസ് 1 മൈനസ് 1 കൂടെ മൈനസ് m എന്ന് കിട്ടി.
ആ -mനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, കാരണം നമ്മുടെ റിസൾട്ടിൽ n-1 എന്ന ഫോമിൽ തന്നെയാണ്. അതായത് ഇവിടെ n ആണെങ്കിൽ ഇത് n-1 ആയിരിക്കണം. നമ്മളുടെ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ m+1 ആണ്. അപ്പോൾ റിസൾട്ടിൻ്റെ അവസാനം എങ്ങനെ തന്നെ കിട്ടണം? m+1 -1 എന്ന് കിട്ടണം. അതായത് ടേംസിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആ റിസൾട്ട് പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് ഈ റിസൾട്ട് നമ്മൾ n=m+1 പ്രൂവ് ചെയ്തു. സോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം അത് n=2 പ്രൂവ് ചെയ്തു. കറക്റ്റായിട്ട് റിസൾട്ടിൻ്റെ ഫോമിൽ n=2 കിട്ടി. അതിനുശേഷം നമ്മൾ n=m അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അതിന് ഇക്വേഷൻ 3 എന്ന് എഴുതി. അതിനുശേഷം n=m+1 കേസിൽ നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതി. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ടേംസൊക്കെ ഒന്നിച്ച് കൂട്ടി എഴുതി. അവസാനം നമുക്ക് എന്ത് കിട്ടി? m+1 കേസിലും റിസൾട്ടിൻ്റെ ഫോം കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. Hence, by the method of mathematical induction, this is true. The result is true for any n. അങ്ങനെയാണ് നമ്മൾ ഫൈനലി അത് കൺക്ലൂഡ് ചെയ്യുന്നത്. So, by the method of mathematical induction, the result is true for any n. Hence, the proof.